അൻവർ കീഴടങ്ങിയിട്ടില്ലല്ലോ. കീഴടങ്ങാത്ത അൻവറിനെ നമ്മൾ മിഡ് എഡിറ്റേഴ്സ് തുടങ്ങുന്ന സമയത്ത് തന്നെ തത്സമയം കേട്ടുകൊണ്ടാണല്ലോ ചർച്ചയിലേക്ക് വന്നത് തന്നെ. അൻവർ കീഴടങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, അൻവർ എരിഞ്ഞില്ലാതായാലും വേണ്ടില്ല, സതീശനിസം ഇല്ലാതാക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയത്തിലാണ് എന്നാണ് ഇപ്പോൾ പ്രതികരണങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് പിണറായിസത്തിനെതിരായ പോരാട്ടം സതീശനിസത്തിനെതിരെയാക്കി മാറ്റിയിരിക്കുകയാണ് അൻവർ. രണ്ടും ഒന്നാണ്. അതായത് സതീശനും പിണറായി രണ്ടും പൊളിറ്റിക്കൽ നെക്സസ് എന്ന് മാത്രമല്ലല്ലോ, രണ്ടും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണല്ലോ. കേരളത്തിലില്ല എന്ന് പറയുന്നെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെയുള്ള കൊടുക്കൽ വാങ്ങലുകൾ എന്താണെന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിന് മുൻപ് നല്ല രീതിയിൽ വൃത്തിയായിട്ട് എക്സ്പോസ് ചെയ്യുകയാണ് സതീശനും പിണറായി വിജയനും തമ്മിലുള്ള ആ ഒരു ബന്ധം. അത് സ്ഥാപിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇനി അൻവർ വിളിച്ചു പറയാൻ പോകുന്നത്. നാളെ ബാക്കി പറയാമെന്നൊക്കെ പറഞ്ഞാണ് അൻവർ അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞ ഒരു വാചകം ശ്രദ്ധേയമാണ്. അത് വി ഡി സതീശനെതിരെ തന്നെയാണ്. കറിവേപ്പില പോലെ കളഞ്ഞു എന്നുള്ള വാചകമാണ്. കറിവേപ്പില എടുത്ത് കളയുന്നത് എപ്പോഴാണ്? കറി ഉണ്ടാക്കി കറിക്ക് രുചി പകരാനായി നല്ലതുപോലെ താളിച്ചിടാൻ, അതായത് പിണറായി വിജയനെതിരായ താളിപ്പൊക്കെ കഴിഞ്ഞു. അതിനുശേഷം പതുക്കെ ആ കറിവേപ്പില എടുത്ത് പ്ലേറ്റിന് പുറത്തേക്ക് അങ്ങ് എടുത്തു വെച്ചു സതീശൻ. അപ്പോൾ ആ താളിക്കൽ കഴിഞ്ഞ് എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പിലയെ നോക്കിയാണ് മുഖ്യമന്ത്രി ഇന്ന് ആ സ്റ്റേറ്റ്മെന്റ് നടത്തിയിരിക്കുന്നത്. അത് നിലമ്പൂരിലെ ജനങ്ങളും കാണുന്നുണ്ട്. മുഖ്യമന്ത്രിക്കെതിരെ, LDFനെതിരെ, സർക്കാരിനെതിരെ പറയാനായി സർക്കാരിന്റെ ഭാഗമായിരുന്ന ഒരാളെ നന്നായി ഉപയോഗിച്ചു, നല്ല വൃത്തിയായി ഉപയോഗിച്ചിട്ടുണ്ട്, അന്നൊക്കെ കൂടെയുണ്ട് എന്നുള്ള ഒരു അമിത ആത്മവിശ്വാസം കൊടുത്തുകൊണ്ട് നമ്മൾ ഈ അവസാനം ഈ പാണ്ടിലോറിയുടെ അടിയിൽ കയറിയ തവളയുടെ അവസ്ഥ ആവാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ അൻവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് എന്തായാലും എന്നെ കൊല്ലും, എൻ്റെ മരണം എങ്ങനെയാണെന്ന് തീരുമാനിക്കാനായിട്ടുള്ള അവകാശമെങ്കിലും എനിക്ക് വിട്ടുതരുമെന്ന മട്ടിലാണ് ഇന്ന് അൻവർ സംസാരിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒതുക്കാൻ നോക്കുകയാണ്. അപ്പോൾ എന്നെയാണോ അതോ പിണറായി വിജയനെയാണോ ഒതുക്കാൻ നോക്കുന്നതെന്നൊക്കെ സതീശനോട് ഡയറക്റ്റ് ചോദ്യമാണ് ഇന്ന് അൻവർ പകൽ നടത്തിയ പ്രതികരണത്തിൽ നടത്തുന്നത്. എത്ര തവണ PK കുഞ്ഞാലിക്കുട്ടി വിഷയത്തിൽ ഇടപെട്ടു. ഈ പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിക്കാൻ എങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിക്കാൻ ലീഗ് ശ്രമിക്കുമ്പോൾ ആ ശ്രമം പോലും കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഇന്ന് 15 മിനിറ്റോളം BD സതീശനും PK കുഞ്ഞാലിക്കുട്ടിയും തമ്മിൽ സംസാരിച്ചതിന് ശേഷം PK കുഞ്ഞാലിക്കുട്ടി അപ്പോഴും പോസിറ്റീവായി ഇതെങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് തീർക്കണം എന്നുള്ളൊരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുസ്ലിം ലീഗിന്റെ ആ ഒരു ശ്രമത്തെ പോലും കണ്ടില്ല എന്ന് നടിക്കുന്ന ഒരു UDF ചെയർമാൻ, അത് UDFന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാകണം. കാരണം നേരത്തെ ഉണ്ടായിരുന്നവരൊന്നും അങ്ങനെയല്ല പെരുമാറിയിട്ടുള്ളത്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്, അല്ലാതെ കൂടുതൽ വഷളാക്കാനായിട്ടല്ല. അവിടെ വ്യക്തി താല്പര്യങ്ങളല്ല, മുന്നണി താല്പര്യങ്ങളാണ് എപ്പോഴും മുന്നിൽ നിന്നിട്ടുള്ളത്. ഇവിടെ എന്തായാലും ഐക്യജനാധിപത്യ മുന്നണി എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. ഒരൈക്യവുമില്ല മുന്നണിയിൽ എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അല്ലെങ്കിൽ ലീഗിനെ പോലെ മലബാറിൽ പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ്. മലബാറിൽ കോൺഗ്രസിന്റെ സ്വാധീനം എത്രയാണ്? -K സുധാകരൻ എന്താണ് മലബാറിൽ കോൺഗ്രസ്? അതൊക്കെ ഒന്ന് ആലോചിക്കണം. ലീഗിന്റെ സ്വാധീനം എത്രത്തോളം ഉണ്ട്? പ്രത്യേകിച്ചും മുസ്ലിം ഭൂരിപക്ഷ മേഖലകളിൽ പോയി മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കാണ് പോകുന്നത്. അപ്പോൾ ലീഗ് പറയുന്നത് പൂർണ്ണമായും തള്ളിക്കളയുന്നതൊന്നും ശരിയല്ല. ഇവിടെ ലീഗ് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു സമീപനമാണ് എടുത്തിരിക്കുന്നത്. അത് ഈ ഒരു ഉപതെരഞ്ഞെടുപ്പ് മാത്രം മുന്നിൽ വെച്ചുകൊണ്ടല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പും വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പും എല്ലാം കണ്ടുകൊണ്ടാണ് ലീഗ് അൻവറിനെ കൂടെ നിർത്തൂ, ഇങ്ങോട്ടേക്ക് ചേരാൻ വന്നതല്ലേ, അല്ലാതെ ശത്രുവൊന്നും അല്ലല്ലോ, നിങ്ങളെ തല്ലാനോ കൊല്ലാനോ ഒന്നും വരുന്ന ഒരാളല്ല. ഒരു നിന്നിരുന്ന മുന്നണി വിട്ട്, അതും ഭരണമുന്നണിയുടെ ഭാഗമായിരുന്ന ഒരു MLA, സ്വതന്ത്ര MLA, LDFന്റെ ഒപ്പം ഉണ്ടായിരുന്ന പിണറായി വിജയനുമായിട്ടൊക്കെ ഏറെ അടുപ്പമുണ്ടായിരുന്ന ഒരു MLA, ആ പിണറായി വിജയനെ തള്ളി പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ആ സാഹചര്യം എന്തുകൊണ്ട് മുതലാക്കുന്നില്ല? അയാളെ കൂടുതൽ വെടക്കാക്കുകയാണ്. അങ്ങനെ വെടക്കാക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യം ലീഗ് സ്വാഭാവികമായും ചോദിക്കും. അത് കൃത്യമായി അവർ ചെയ്തിരിക്കുന്നു. ഈ വിഷയത്തിൽ ഞാൻ മുസ്ലിം ലീഗിന്റെ നിലപാടിനൊപ്പമാണ്. പ്രാക്ടിക്കലായിട്ടുള്ള, ക്ലിയർ ആയിട്ടുള്ള സമീപനം എടുത്തിരിക്കുന്നത് മുസ്ലിം ലീഗാണ്, PK കുഞ്ഞാലിക്കുട്ടിയാണ് എന്നതാണ് ഈ വിഷയത്തിലെ എൻ്റെ അഭിപ്രായം. ഇവിടെ ഷൗക്കത്തിനെ MLA ആക്കാനായിട്ടല്ല ഞാൻ രാജിവെച്ചത് എന്ന് പറയുന്നത് അൻവറിന്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു മറുപടി ആയിട്ട് വേണം കാണാൻ. കാരണം ആര്യാടൻ ഷൗക്കത്ത് PV അൻവറിന്റെ എതിരാളിയായിരുന്നു, എതിർ സ്ഥാനാർത്ഥിയായിരുന്നു. അന്ന് ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിച്ച് ജയിച്ച PV അൻവറിന് ഷൗക്കത്തിന്റെ ദൗർബല്യങ്ങൾ എന്തൊക്കെയാണെന്നറിയാം. VV പ്രകാശ് മത്സരിച്ചപ്പോൾ ഇന്ന് ദേശാഭിമാനിയിലെ ലേഖനം MV ഗോവിന്ദൻ മാഷിൻ്റെ വായിച്ചു കാണുമല്ലോ. അപ്പോൾ എന്തുകൊണ്ടാണ് VV പ്രകാശിന്റെ മകളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഈ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് എത്തുമ്പോൾ തന്നെ വരുന്നത് എന്തുകൊണ്ടാണ്? എല്ലാം ഓർമ്മയുണ്ടാകണമെന്ന ഓർമ്മിപ്പിക്കൽ അവർ നടത്തുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ആ ലേഖനത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് LDF കൃത്യമായി ഈ സാഹചര്യം ഉപയോഗിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതിന് തുടർച്ചയായിട്ട് തന്നെ പറയുന്നു, ഇങ്ങനെ ഒരു പോക്കാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ LDFന്, CPIMന് അവരുടെ സ്വന്തം ചിഹ്നത്തിൽ, പാർട്ടി ചിഹ്നത്തിൽ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്തി വിജയിക്കാനുള്ള കളമൊരുക്കാനുള്ള സാധ്യതയാണ് തുറക്കുന്നത്. അതാണ് അവിടുത്തെ പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ലീഗ് ഇടഞ്ഞു നിൽക്കുന്നു. ആര്യാടൻ മുഹമ്മദുമായി ലീഗിനുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ ആര്യാടൻ ഷൗക്കത്ത് വരുമ്പോഴേക്കും അതെല്ലാം തീർന്നു, എല്ലാവരും ഒന്നായി എന്ന് പറയുമ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയിലെ ഐക്യമില്ലാതാകുന്നത് ഈ ഒരു അൻവർ വിഷയത്തിലാകുമോ എന്നൊരു ആശങ്ക ലീഗിനുണ്ട്. അതാണ് ലീഗിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രഖ്യാപിക്കാൻ ചുമതലപ്പെടുത്തിയ വ്യക്തി ഇത്രയും ദിവസം അത് ചെയ്യാതെ പിടിച്ചുവെച്ച് ഇപ്പോൾ എന്നോട് നയം വ്യക്തമാക്കാനാണ് പറയുന്നത്. ഇതാണ് അൻവറിന്റെ വാചകങ്ങൾ. ഇത് കൃത്യമായി അൻവർ PK കുഞ്ഞാലിക്കുട്ടിയോടും പറഞ്ഞിട്ടുണ്ട്. PK കുഞ്ഞാലിക്കുട്ടി അടക്കം പങ്കെടുത്ത UDF ഏകോപന സമിതി യോഗത്തിൽ കോഴിക്കോട്ട് വെച്ച് ചുമതലപ്പെടുത്തിയത് കൺവീനറെയാണ്. ആ കൺവീനർ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? അൻവറിനെ ഒതുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്ക്
സതീശൻ ഈ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോവുകയാണോ എന്ന അൻവറിന്റെ ചോദ്യം അത് ലീഗിന്റെ മുന്നിലും അൻവർ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്തായാലും ഇതിൽ നിന്ന് ഇതുവരെ തുടരുന്ന ചർച്ചകളിൽ നിന്ന് അൻവറിനെ വേണ്ട എന്ന് ഈ നിമിഷം വരെയും പറയാൻ തയ്യാറായിട്ടില്ല. ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കാനായിട്ടുള്ള സംവിധാനമുണ്ട്, അത്രയും പവർ ഉണ്ട് കോൺഗ്രസിനെങ്കിൽ വേണ്ട അൻവർ എന്ന് പറഞ്ഞാൽ മതി. അത് പറയാതെ ഇത് നീട്ടി കൊണ്ടുപോവുകയാണ്. നാളെ ഇനി UDF യോഗം ചേരാൻ പോവുകയാണ്. KC വേണുഗോപാൽ ഇന്നും പറഞ്ഞത് അൻവർ മത്സരിക്കില്ല എന്നാണ് കരുതുന്നത്, പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമെന്നാണ്. പക്ഷേ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലേക്ക് എത്തേണ്ട പ്രധാനപ്പെട്ട വ്യക്തി, ആ വ്യക്തി അൻവറിനെതിരെ, അൻവറിനെ എന്തോ വലിയ എതിരാളിയായി, പിണറായി വിജയൻ പോലും അൻവറിനോട് ഇത്രയും ശത്രുതയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം പിണറായി വിജയനൊക്കെ ഇന്ന് എത്ര സോഫ്റ്റ് ആയിട്ടാണ് അൻവറിനെ കുറിച്ച് പറഞ്ഞത്. അൻവറിനെ ഒഴിവാക്കിയവർക്കെതിരെയാണ് ഇന്ന് പിണറായി വിജയൻ സംസാരിച്ചത്. അതുകൂടി കാണേണ്ടതാണ്. ഡോക്ടർ അരുണിന് ചിരിയൊക്കെ വരുന്നുണ്ട്. ആ ചിരി ഒരു സതീശൻ ചിരിയായിട്ടാണ് തോന്നുന്നത്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. ഇവിടെ UDF സ്ഥാനാർത്ഥിയെ പിണറായി വിജയന്റെ എത്ര മാന്യമാണെന്ന് പറഞ്ഞു അല്ല, പിണറായി വിജയന്റെ ഈ വിഷയത്തിൽ സ്റ്റാൻഡ് മാന്യമല്ല എന്ന് താങ്കൾക്ക് അഭിപ്രായമുണ്ടോ? പിണറായി വിജയന്റെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. പിണറായി വിജയന് അല്ല ഡോക്ടർ അരുൺ, ഞാൻ പിണറായി വിജയനെയോ അദ്ദേഹത്തിന്റെ പാർട്ടിയോ പിന്തുണയ്ക്കുന്ന താങ്കളെ പോലെ ബ്ലൈൻഡായി ബാറ്റ് ചെയ്യുന്ന ഒരാളല്ല. ശരി, അപ്പോൾ താങ്കൾ പൂർണ്ണ ബോധ്യത്തോടെ ബാറ്റ് ചെയ്യുന്നു. ശരി, പൂർണ്ണ ബോധ്യത്തോടെ ബാറ്റ് ചെയ്യുന്നു. ശരി, ബ്ലൈൻഡ് അല്ല. ഓക്കെ, ഫുള്ളി കൺവിൻസ്ഡ് ബാറ്റിംഗ് ആണ്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നത് ശരി, ഓക്കെ, ആയിക്കോട്ടെ. അപ്പോൾ ഈ വിഷയത്തിൽ പിണറായി വിജയൻ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ സത്യസന്ധതയോടുകൂടിയുള്ള ഒരു നിലപാടാണ്. അൻവർ പോയപ്പോഴും എടുത്തത് അതാണ്. പക്ഷേ ഇപ്പോൾ മുന്നണിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന അൻവറിനെ എങ്ങനെയും പിന്തിരിപ്പിക്കാൻ നോക്കുകയാണ്. ഈ പിന്തിരിപ്പിക്കൽ യുക്തി എന്തിനാണ് ഈ VD സതീശൻ കാട്ടുന്നത് എന്നത് മനസ്സിലാകുന്നില്ല സാർ. ഇവിടെ അൻവർ UDF സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയണം. അത് മാത്രമാണ് പറയേണ്ടത്. VD സതീശന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ മിനിഞ്ഞാന്ന് പറഞ്ഞത് തന്നെയാണ് എനിക്ക് ഇന്നും പറയാനുള്ളത്. പിന്തുണയ്ക്കുന്നു എന്നല്ലേ സാർ അൻവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പിന്തുണയ്ക്കാൻ അല്ലെങ്കിൽ അൻവർ എന്തിനാണ് ഏത് ചെകുത്താൻ നിർത്തിയാലും മത്സരിപ്പിച്ചാലും കുഴപ്പമില്ല എന്ന് പറയുന്നത്? അതിപ്പോൾ ചെകുത്താനായിട്ട് കാണുന്നത് കൊണ്ടാണോ എന്ന ചോദ്യം അവിടെ നിൽക്കട്ടെ. പക്ഷേ ആരായാലും കുഴപ്പമില്ല എന്ന് അത് വായിച്ചെടുക്കാൻ സാധിക്കുമല്ലോ. പിന്നെയും നയം വ്യക്തമാക്കൂ എന്ന് പറയുന്നു. നയം വ്യക്തമാക്കൂ എന്ന് പറയുന്നു. ഇവിടെ ഇത് സോൾവ് ചെയ്യാനായിട്ട് ലീഗ് ഒരു ഭാഗത്തു നിന്ന് ശ്രമിക്കുമ്പോൾ UDF ചെയർമാൻ എന്താണ് ഇത്ര പ്രശ്നമെന്നുള്ളതാണ് ജനങ്ങൾ ചോദിക്കുക. Meet the editors.